തിരുവനന്തപുരം നഗരത്തിലെ സാംസ്കാരിക ഇടനാഴിയെന്ന് അവകാശപ്പെടുന്ന മാനവീയ വീഥിയിൽ ആക്രമങ്ങൾ തുടർക്കഥയാകുന്നു. മൂക്കിൻതുമ്പിൽ ആക്രമങ്ങൾ നടന്നാലും നടപടിയെടുക്കാനാകാത്ത നിലയിലാണ് പോലീസ്. നഗരസഭയുടെ നിലപാടും പ്രാദേശിക CPM നേതാക്കളുടെ ഇടപെടലുമാണ് ആക്രമണം തുടരാൻ കാരണമെന്നാണ് ആക്ഷേപം. സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ വമ്പൻ ഹിറ്റടിക്കുന്ന ഈ കാലത്ത് മാനവീയം വീഥി റീൽ മേക്കിങ്ങിന്റെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. എന്നാൽ അക്രമങ്ങൾ തുടർക്കഥയാകുന്ന മാനവീയം വീഥിയിൽ സ്വാതന്ത്ര്യം പേരിനു മാത്രം. കഴിഞ്ഞയാഴ്ചയും റീൽസ് ഷൂട്ട് ചെയ്യാനെത്തിയ യുവാക്കൾക്ക് നേരെ അക്രമമുണ്ടായി. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ സീരിയസ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത്. നമ്മളായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. നമുക്ക് വന്ന് സമാധാനമായിട്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് സമാധാനമായിട്ടൊക്കെ വന്നിരിക്കാനും നല്ല രീതിയിൽ അത്യാവശ്യം മ്യൂസിക്കാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള പേഴ്സൺസിന് അല്ലെങ്കിൽ അലോ ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഇവിടെ വരുത്തണം. ഇങ്ങനെ ട്രങ്കായിട്ട് വരുന്ന ആളുകളെ കയറ്റാതിരിക്കുക, ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് വരുത്തുക. കുറച്ചുകൂടെ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവരണം എന്ന് തോന്നി ആസ് എ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക്. പുതുക്കി പണിത ശേഷം മാനവീയം വീഥിയിൽ നൈറ്റ് ലൈഫിന്റെ പേരിൽ നഗരസഭ സ്വീകരിച്ച നിലപാടാണ് അമിത സ്വാതന്ത്ര്യത്തിലേക്കും അക്രമത്തിലേക്കും വഴിമാറിയതെന്നാണ് ആക്ഷേപം. പ്രാദേശിക CPM നേതാക്കളുടെ ഇടപെടലുകൾ കൂടിയാകുന്നതോടെ പോലീസിനും നടപടിയെടുക്കാനാകുന്നില്ലെന്നും ആരോപണമുണ്ട്. മാനവീയം വീഥിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റിന് മുന്നിൽ എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങളാണിത്. നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ മുൻഗണന. പക്ഷേ ഇവിടെ സുരക്ഷ പിന്നിലാണെന്ന് മാത്രമല്ല, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ക്യാമറാമാൻ നിതിൻ എബിക്കൊപ്പം ചന്ദ്രശേഖർ, ജനം, തിരുവനന്തപുരം.